AI സൈബർ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബർ 2025 ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് നടന്നു. സൈബർ അറ്റാക്ക് എങ്ങനെയായിരുന്നു, ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ സൈബർ അറ്റാക്ക്. മറ്റേ AI തുടങ്ങിയപ്പം ChatGPT ഭയങ്കര ഇത് പ്രൂവ് ചെയ്ത് ലൈക്ക് ദിസ് ഇസ് ദ നെക്സ്റ്റ് എറ. അറിയാം ക്ലോഡ് എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല എനിക്കൊന്ന്. അപ്പോൾ ആ സമയത്തും ക്ലോഡ് ഭയങ്കര വലിയ ആന്ത്രോപിക് ടീം വാസ് ഭയങ്കര സൈലൻ്റ്ലി ഗ്രോ ചെയ്ത് ഹൗ ക്യാൻ AI കംപ്ലീറ്റ്ലി ഡു ആൻ അറ്റാക്ക്, ഹൗ ക്യാൻ AI how can AI think deeper? സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് അറ്റാക്ക് ചെയ്യണം, പക്ഷേ അതെ നമ്മളിപ്പം സിനിമയിൽ കാണുന്നത് ലൈക്ക് ഒരു ഹാക്കർ വരുന്നു, എന്തൊക്കെയോ കേസ് നിൽക്കുന്നു, ഹാക്കായി. പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത്. ആക്ച്വലി അതിന് ലൈക്ക് മെറ്റിക്കുലസ് ആയിട്ട് റിസർച്ച് ചെയ്യണം. ലൈക്ക് അതൊരു വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് എഫേർട്ട് ഉണ്ട് എൻ്റെ പുറകിൽ നമ്മളൊരു അറ്റാക്ക് ചെയ്യണം കൺവെൻഷണൽ. റീസെന്റ് ഞാൻ മറ്റേ ആ അതിനകത്തൊരു ഇച്ചിരി ഒരു ഗ്ലിംസ് അവൻ കുറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഗ്ലിംസ് തരുന്നുണ്ട്. ബട്ട് ആ ഒരു പാത്ത് ഭയങ്കര ഡീപ്പർ ആയതുകൊണ്ട് കൊണ്ടും it's done me like how can AI do these things. ഇപ്പൊ ഗ്രോക്ക് ആണെങ്കിൽ ഇപ്പൊ നമ്മള് കുറെ പ്രോംപ്റ്റ് കണ്ടില്ലേ, ഐ ആം ഗോയിങ് ടു ഡൈ, യു ഹാവ് ടു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നോർമലി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും. ക്ലോഡ് ലൈക്ക് ആ മജോറിറ്റി ഓഫ് ദ വർക്ക് ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ള ഹ്യൂമൻസ് ആർ മോർ നോളജബിൾ, but the scale at which humans can perform some actions is limited. Like how do you trick a Claude and how do you manipulate it to execute on your behalf എന്ന് പറയുന്നത് തന്നെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. They found this attack using Claude. Claude ഇത് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ്. മേ ബി ഇഫ് യു പ്ലാൻ we can execute this attack എന്നായിരിക്കുമോ. എക്സിക്യൂഷൻ വലിയ never reveal the magic ആണല്ലോ. എന്നുവെച്ചാൽ ഒരു ഹ്യൂമൻ ബീങ് ചെയ്യേണ്ട ഡിസിഷൻസ് അല്ലെങ്കിൽ എടുക്കേണ്ട ഡിസിഷൻസ് കുറഞ്ഞു വരും എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ LLMs ആർ കോൺഫിഡൻ്റ്ലി റോങ് എന്ന് പറഞ്ഞ ആ ഒരു ടേം വരുന്നത് ഇപ്പോഴും ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണെന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. AI സൈബർ സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം കുറേ നാളായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഹെൽപ്പറായിട്ടാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫിഷിംഗ് ഇമെയിൽസ് ജനറേറ്റ് ചെയ്യാൻ, ലോഗ് അനലൈസ് ചെയ്യാൻ, പിന്നെ അനോമലീസ് അലേർട്ട് ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ 2025 ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് നടന്നു. അതിനകത്ത് AI ഒരു ഹെൽപ്പറല്ല, മറിച്ച് AI തന്നെയായിരുന്നു അറ്റാക്കർ. അപ്പോൾ അവിടെ എന്തായിരുന്നു സംഭവിച്ചത്, അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Math++ പോഡ്കാസ്റ്റ്. ടുഡേ വി ഹാവ് അരവിന്ദ് ആൻഡ് അരുൺ ടു ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളും ഈ ഒരു ടോപ്പിക്കിന് വായിച്ചായിരുന്നല്ലോ. സൈബർ അറ്റാക്ക് എങ്ങനെയായിരുന്നു, ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മീനിങ് ഒന്നും മാറിയിട്ടില്ല. ലൈക്ക് ബേസിക്കലി എന്തോ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ആക്സസ് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ആധാറുണ്ട്. അപ്പം ആധാർ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അപ്പം ആധാറിനകത്തെ ഡേറ്റ ഈസ് സപ്പോസ് ടു ബി സെക്യൂർ അല്ലേ, ബിക്കോസ് നമ്മുടെ ബയോമെട്രിക്സ് ഉണ്ട്, നമ്മുടെ ബേസിക്കലി നമ്മുടെ ജാതകം കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. സോ A to Z കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അത് ഒരു തേർഡ് പാർട്ടിയുടെ കൈ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെറ്റാണ്. ആൾക്കാർ പറയുന്നത് അത് ഓൾറെഡി ആൾക്കാരുടെ കയ്യിലുണ്ട്, കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ലൈക്ക് ഇൻ തിയറി അതങ്ങനെ കിട്ടാൻ പാടില്ല. സോ അത് ആരെങ്കിലും ആക്സസ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുമോ, ഞാൻ സിമ്പിളായിട്ട് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി ഒരു സൈബർ അറ്റാക്കായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബേസിക്കലി ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി. ആന്ത്രോപിക് എന്ന് പറയുന്നത് ഒരു ലീഡിങ് AI കമ്പനി. ഇപ്പം നമ്മൾ AI എന്ന് വിചാരിക്കുമ്പം അല്ലെങ്കിൽ AI എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ChatGPT, ഗൂഗിൾ ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു തേർഡ് കമ്പനിയാണ് ആന്ത്രോപിക് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആന്ത്രോപിക്കിനകത്ത് ഫൗണ്ടേഴ്സ് എനിക്ക് തോന്നുന്നു ChatGPT അല്ലെങ്കിൽ OpenAI അവരുടെ ആ മിഷനുമായിട്ട് അലൈൻ ആവാത്തവർ തുടങ്ങിയ കമ്പനിയാണ് ആന്ത്രോപിക്. സോ ആന്ത്രോപിക് ഇങ്ങനെ
റെഗുലറായിട്ട് അവർ കുറേ അപ്ഡേറ്റ്സ് തരും. എനിക്ക് എങ്ങനെയാണ് മറ്റേ AI തുടങ്ങിയപ്പം ChatGPT ഭയങ്കരമായിട്ട് ലൈക്ക് ആസ് ഇൻ ലൈക്ക് ChatGPT ആണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്, ലൈക്ക് ദിസ് ഇസ് ദ നെക്സ്റ്റ് എറ. എവരി ലേമാനും ChatGPT അറിയാം. ക്ലോഡ് എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല. അതെ. എനിക്ക് തോന്നുന്നു അപ്പോൾ ആ സമയത്തും ക്ലോഡ് ഭയങ്കര അല്ലെങ്കിൽ ആന്ത്രോപിക് ടീം വാസ് ഭയങ്കര സൈലൻ്റ്ലി ഗ്രോ ചെയ്ത് റീസെൻ്റ്ലി ഒരു ഭയങ്കര ഇപ്പം ദേ ആർ ഓൾ അറൗണ്ട് ദ പേപ്പർ ക്ലോഡ് അല്ലെങ്കിൽ ആന്ത്രോപിക്. എനിക്ക് തോന്നുന്നു നൗ ദേ കൂടുതൽ ഡെവലപ്പർ സൈക്കിൾസിലാന്ന് തോന്നുന്നു. ഡെവലപ്പർ സൈക്കിൾസ് പോപ്പുലർ. കറക്റ്റ്. അപ്പം ഞാൻ ഓർത്ത് ആക്ച്വലി ഇത് ഫേക്ക് ആയിരിക്കും. കാരണം ചൈനീസ് എന്നൊക്കെ ഞാൻ ലൈക്ക് അത്രയും ക്ലാരിറ്റിയോടെ ഇത് വായിച്ചില്ല. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഹൗ ക്യാൻ AI കംപ്ലീറ്റ്ലി ഡു ആൻ അറ്റാക്ക്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ ഞാനും അരവിന്ദും കൂടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിൽ ലിറ്ററലി വി ഹാവ് ടു സ്പെൻഡ് എ ഹോൾ ഡേ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ക്രാക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സമയം എടുക്കുമായിരുന്നു, ഒരു ക്രിപ്റ്റോഗ്രാഫിക് ചാലഞ്ച് ഒക്കെ. പക്ഷേ ഇത് നെക്സ്റ്റ് നാച്ചുറൽ സ്റ്റെപ്പ് അല്ലേ. നമ്മുടെ ഡെവലപ്മെന്റിലും കാര്യങ്ങളൊക്കെ AI യൂസ് ചെയ്യാൻ തുടങ്ങി, ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലും അറ്റാക്ക് ചെയ്യാനും മേ ബി ഈവൻ ഡിഫെൻഡ് ചെയ്യാനും AI യൂസ് ചെയ്യുന്നത് നാച്ചുറൽ അല്ലേ. അല്ല, അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ ആ അറ്റാക്കിൻ്റെ കോംപ്ലക്സിറ്റി. ഇപ്പോൾ കോഡ് ആണെങ്കിൽ നമുക്ക് കോഡ് ഇപ്പം നമുക്ക് ജനറേറ്റ് ചെയ്ത് പോവാം, ആസ് ഇൻ ലൈക്ക് യു ക്യാൻ റൈറ്റ് ദ കോഡ് ടു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രൈം നമ്പർ സോൾവ് ചെയ്യാൻ, അങ്ങനെ ഒരു പ്രോബ്ലം ആയിരിക്കും. ബട്ട് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ത്രെറ്റ്സ് വരുമ്പം ഇറ്റ്സ് ക്രിപ്റ്റോഗ്രാഫിക്, ഇറ്റ്സ് ഫോർ ലൈക്ക് ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. സോ മൈ തോട്ട് പ്രോസസ് ലൈക്ക് ഹൗ ക്യാൻ AI how can AI think deeper? അവിടുത്തെ പ്രോബ്ലംസ് കുറച്ചുകൂടെ ഡിറ്റർമിനിസ്റ്റിക് അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക, നമുക്കൊരു വെബ്സൈറ്റിൽ ഇന്ന സ്ഥലത്ത് ഒരു ബട്ടൺ വേണം, അത് നമുക്ക് സ്പെസിഫിക്കലി പറയാം. മേ ബി നമ്മളൊരു AI കോഡിംഗ് ടൂൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി പറയാം, ഓക്കെ എനിക്കിവിടെ പച്ച കളറിലൊരു ബട്ടൺ വേണം എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളൊരു സൈബർ അറ്റാക്ക് ചെയ്യുക, അതൊരു വേഗ് പ്രോബ്ലം. ഓക്കെ, ഒരു സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് അറ്റാക്ക് ചെയ്യണം. പക്ഷേ അതെ, നമ്മളിപ്പം സിനിമയിൽ കാണുന്നത് ലൈക്ക് ഒരു ഹാക്കർ വരുന്നു, എന്തൊക്കെയോ കേസ് നിൽക്കുന്നു, ഹാക്കായി. പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത് ആക്ച്വലി. അതിന് ലൈക്ക് മെറ്റിക്കുലസ് ആയിട്ട് റിസർച്ച് ചെയ്യണം. ലൈക്ക് അതൊരു വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് എഫേർട്ട് ഉണ്ട് അതിൻ്റെ പുറകിൽ. നമ്മളൊരു അറ്റാക്ക് ചെയ്യണം കൺവെൻഷണൽ. റീസെന്റ് ഞാൻ മറ്റേ ആ അതിനകത്തൊരു ഇച്ചിരി ഒരു ഗ്ലിംസ് അവൻ കുറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഗ്ലിംസ് തരുന്നുണ്ട്. ബട്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത്, ലൈക്ക് ആ ഒരു പാത്ത് ഭയങ്കര ഡീപ്പർ ആയതുകൊണ്ട് കൊണ്ടും ഇറ്റ്സ് ടൺ മീ ലൈക്ക് ഹൗ ക്യാൻ AI ഡൂ ദിസ് തിങ്സ്. പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് റിപ്പോർട്ട് നടന്നത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 2025 പക്ഷെ എനിക്ക് തോന്നുന്നു ആന്ത്രോപിക് അതിനെ ഒന്ന് മസാലയൊക്കെ ഇട്ട് റീസെന്റ് എനിക്ക് തോന്നുന്നു നവംബർ ആ ഒരു ഇതിലാണ് അത് റിപ്പോർട്ട് വന്ന് ഒന്ന് ഇത് പോപ്പുലർ ആയത്. പിന്നെ ആന്ത്രോപിക്ക് ഒരു എന്താ പറയുക കുറേ ഗൈഡ് ലൈൻസും അവർ ലൈക്ക് എത്തിക്കൽ AI ചെയ്യാൻ നോക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് പോർട്രേ ചെയ്യുന്നതും അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ കുറെ റെസ്പോൺസിബിൾ സാധനങ്ങൾ ചെയ്യുന്നത്. ChatGPT ആണെങ്കിൽ ഇപ്പൊ ഗ്രോക്ക് ആണെങ്കിൽ രക്ഷയില്ലായിരുന്നു. ഇല്ല, ഗ്രോക്ക് ലൈക്ക് ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആണല്ലോ, അതിനകത്ത് എന്തോ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. സേഫ്റ്റി ഗാർഡ് റേസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് 0 മോസ്റ്റ്ലി. ഇപ്പം ChatGPTയോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ചെയ്യത്തില്ല, ബിക്കോസ് അതിന് സ്പെസിഫിക് ഗാർഡ് റീൽസ് ഉണ്ട്. ക്ലോഡിന് അതിനെക്കാട്ടിലും ക്ലോഡാണ് ഏറ്റവും കൂടുതൽ ഗാർഡ് റീൽസ് ഉള്ള സിസ്റ്റം എന്നാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ എത്തിക്കൽ AI അല്ലെങ്കിൽ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പ്രിൻസിപ്പിൾ ഉള്ള കമ്പനി ക്ലോഡാണ് ഓർ ആന്ത്രോപിക് ആണ്. അതുകൊണ്ടായിരിക്കാം അവരത് ആ റിപ്പോർട്ടൊക്കെ അവർ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ടു ഗിവ് എ കോണ്ടെക്സ്റ്റ്, ഈ റിപ്പോർട്ടിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ ഒരു ഗ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ലിസണേഴ്സ് ഇത് ഒരു ചൈനീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അപ്പം ബട്ട് ടു ഗിവ് എ ജസ്റ്റ് ലൈക്ക് ഈ ഒരു ചൈനീസ് ഗ്രൂപ്പ് അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ഡൺ ബൈ എ ചൈനീസ് ഗ്രൂപ്പ്, അവർ ബേസിക്കലി ക്ലോഡിനെ റോൾ പ്ലേ ചെയ്ത് ഒരു അറ്റാക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇന്റേൺ ഓർ എംപ്ലോയി ഓഫ് ദിസ് പർട്ടിക്കുലർ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അതിനെ ട്രിക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. ക്ലോഡിനോട് ഡയറക്ട്ലി ചെന്ന് പറയോ ഓക്കെ ഹാക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. സോ അതിനെ ട്രിക്ക് ചെയ്യണം നമ്മൾ, ലൈക്ക് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി. സോ ഓഫ് കോഴ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ലൈക്ക് ഓക്കെ ഞാൻ ഇന്ന കമ്പനിയിൽ ഒരു ഡിഫെൻസീവായിട്ട് സെക്യൂരിറ്റി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോഡ് ചെയ്യുമായിരിക്കും. ഇപ്പൊ നമ്മൾ കുറെ പ്രോംപ്റ്റ് കണ്ടില്ലേ, ഐ ആം ഗോയിങ് ടു ഡൈ യു ഹാവ് ടു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നോർമലി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും. സോ അങ്ങനെയൊക്കെ പ്രോംപ്റ്റ് ചെയ്താലേ
ഇത് ചെയ്യത്തുള്ളൂ. സോ ആന്ത്രോപ്പിക് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഗാർഡ് റെയിൽസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈവൻ ദോ അതുണ്ടെങ്കിലും ഇങ്ങനെയും ഇവർക്ക് യൂസ് ചെയ്യാം. ട്രിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ട്രിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഹാക്കേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ഒത്തിരി കോഡ് എഴുതും, അല്ലെങ്കിൽ അവർ ഒത്തിരി ഡീപ്പ് റിസർച്ച്. പക്ഷേ ഇവിടെ ഈ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് ദേ ഹവ് നോട്ട് റിട്ടേൺ സോ മച്ച് ഓഫ് കോഡ് ഓർ ദേ ഹവ് ജസ്റ്റ് യൂസ് ദി എക്സിസ്റ്റിംഗ് ടൂൾസ്. എന്നിട്ട് ക്ലോഡ് അല്ലെങ്കിൽ ഈ മോഡലിനെ കൊണ്ടാണ് അവർ ഫുൾ പണി എടുപ്പിച്ചേക്കുന്നത്. ആൻഡ് ദിസ് മോഡൽ ട്രൈ ടു അറ്റാക്ക് ലൈക്ക് 30 ടാർഗറ്റഡ് സൈറ്റ്സ്. 30 ആണ് ടാർഗറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ്. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്യാപ്ചർ ഇൻഫർമേഷൻസ് ആൻഡ് ഡേറ്റ, പാസ്വേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. ബട്ട് ദേ മൈൽഡ്ലി സക്സീഡഡ് എന്ന് വെച്ചാൽ ലൈക്ക് വളരെ ഫ്യൂ അവർ കൊണ്ടുവന്നുള്ളൂ അതിനകത്ത്. ബേസിക്കലി ആർട്ടിക്കിൾ ക്ലിയർ അല്ല, ആരെ അറ്റാക്ക് ചെയ്തൊന്നും ക്ലിയർ അല്ല, ആരെ അറ്റാക്ക് ചെയ്തൊന്നും ക്ലിയർ അല്ല. എക്സാക്ട്ലി. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സംശയമുണ്ട്, ഇത് മേഡപ്പ് റിപ്പോർട്ടാണ്. അത് ലൈക്ക് അത് ബൈ ഡിസൈൻ വേഗ് ആക്കിയതായിരിക്കാം. ബിക്കോസ് അവർക്ക് ലൈക്ക് ഇത് ആരെയാണ് അറ്റാക്ക് ചെയ്തതെന്നൊന്നും ലൈക്ക് പബ്ലിസൈസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അത് ശരിയല്ലായിരിക്കും. സോ എൻ്റെ ഒരു വേറൊരു ആ റിപ്പോർട്ടിനകത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ChatGPT വെച്ച് നമ്മൾ ആൾക്കാർ ഫിഷിംഗ് ഇമെയിൽസ് ഒക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, പക്ഷേ ക്ലോഡ് അതിനോട് പറയുന്നത് ദിസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ എന്നൊക്കെയാണ് പറയുന്നത്. നോർമലി നമ്മൾ ഇപ്പോൾ ഒരു അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്രീഡിഫൈൻഡ് നമുക്കറിയാം. ഓക്കെ, ഇന്ന സാധനങ്ങൾ ഞാൻ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പം അതിനകത്ത് ഒരു AI-യുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ ഒരു പാരലൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പം ഒരു കൺവെൻഷണൽ വാർഫെയറിനകത്ത് നമുക്ക് ജനറൽസ് ഉണ്ട്, ആർമിയിൽ നോർമൽ ആൾക്കാരുണ്ട്. അപ്പം ആ നോർമൽ ആൾക്കാരില്ലാതെ ജനറലിന് ഒരു സാധനങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പുള്ളിക്ക് ഒരു വാർ പ്ലാൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആർമി എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ഹാക്കറാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേറെ കുറേ ആൾക്കാരുടെ സഹായം വേണം. എന്നുവെച്ചാൽ ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് നടത്താനായിട്ട് എനിക്ക് തന്നെ ചിലപ്പോൾ പറ്റത്തില്ല. മനസ്സിലായോ? എനിക്കൊരു ടീം ഓഫ് ആൾക്കാർ വേണം. പക്ഷേ ഇപ്പം ക്ലോഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ ജനറൽ ആർമിയുടെ ഇത് പോയി കഴിഞ്ഞാൽ ആ ജനറൽ മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എൻ്റെ പ്ലാൻസ്. മനസ്സിലായോ? സോ അതാണ് ഡിഫറൻസ്. സോ ക്ലോഡ് ലൈക്ക് ആ മജോറിറ്റി ഓഫ് ദ വർക്ക് ചെയ്യും. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ലൈക്ക് ക്ലോഡാണ് അവിടെ ഒരു ആർമി. മനസ്സിലായോ? ആ ആർമി ക്ലോഡാണ്. ആ ഹ്യൂമൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓപ്പറേറ്റർ. സോ സ്കെയിൽ ഓഫ് അറ്റാക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് എന്നാണ് അവർ പറയുന്നത്. അപ്പം AI ആണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതാണ് അവർ മൈൽ സ്റ്റോൺ ആയിട്ട് പറയുന്നത്. ഇവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കപ്പം ഇപ്പം നമ്മളൊരു ബ്രൂട്ട് ഫോഴ്സിൽ പോവുകയാണെങ്കിലും നമ്മളാണെങ്കിൽ നമുക്ക് കുറേ ഇൻകേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കാരണം നമുക്ക് പാരലലി കുറേ ഇപ്പം എനിക്ക് റിസർച്ച് ചെയ്ത സാധനങ്ങൾ എനിക്ക് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് പല ആൾക്കാർ വേണം. ബട്ട് ഹിയർ ക്ലോഡിന് തന്നെ നമുക്ക് സബ് ഏജൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പാരലലി ക്ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും വർക്കിനെ. ആസ് ഇൻ ലൈക്ക് ഒരു ഏജൻറ്റ് റിസർച്ച് ചെയ്യും, ആ റിസർച്ച് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അവർ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് മേ ബി എനിക്ക് തോന്നിയിട്ടുള്ള ഹ്യൂമൻസ് ആർ മോർ നോളജബിൾ, ബട്ട് ദ സ്കെയിൽ അറ്റ് വിച്ച് ഹ്യൂമൻസ് ക്യാൻ പെർഫോം സം ആക്ഷൻസ് ഈസ് ലിമിറ്റഡ്. അതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു സാധനം അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-20 അറ്റംപ്റ്റ്സ് നടത്തണം, ഒരെണ്ണം സക്സീഡ് ആവണം. അല്ലെങ്കിൽ 10-20 പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ നോക്കിയാലേ ഒരു അറ്റാക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ക്ലോഡിനകത്ത് ഈസിലി പാരലലി ചെയ്ത് നോക്കാം. മനസ്സിലായോ? ക്ലോഡ് ഇൻബിൽറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്, അതോ അല്ലെങ്കിൽ വല്ല ടൂൾ ആയിരിക്കും? അല്ല, ക്ലോഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ലാർജർ ടാസ്ക് ഇപ്പം ഹാക്ക് XYZ എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അപ്പം ഇവര് ചിലപ്പം മേ ബി അവർ പറഞ്ഞത് അവർ ടാസ്കിനെ ഭയങ്കര സ്മോൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. അത് അവർ പറയുന്നുണ്ട്. ലൈക്ക് ബിക്കോസ് ഓറൽസ് ഇപ്പം നമ്മളൊരു വലിയ ടാസ്ക് ആയിട്ട് ഡിഫൈൻ ചെയ്ത ക്ലോഡിന് അത് കണ്ടുപിടിക്കും. ലൈക്ക് ഇവർ ഹാക്ക് ചെയ്യാൻ നോക്കുക. ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ അപ്കമിങ് ഒരു ഹാക്കർ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതിനെ ഒന്ന് സഹായിക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർക്കസ്ട്രേറ്റർ ഏജന്റ് ഉണ്ട്, എന്നിട്ട് കുറേ ചൈൽഡ് ഏജൻസ് ഉണ്ട്. അപ്പം ഈ ഓർക്കസ്ട്രേറ്റർ ഈ പ്രൈമറി ടാസ്കിനെ ലൈക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ലൈക്ക് സബ് ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ക്ലോഡിന് ലൈക്ക് ഫുൾ പിക്ചർ ഇല്ല. അറ്റ് എനി പോയിന്റ് ക്ലോഡിന് ഫുൾ പിക്ചർ ഇല്ല, വെരി ലിമിറ്റഡ്. അപ്പൊ ഇതൊരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ അവർ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് നടന്നതെന്നാണ് ആന്ത്രോപിക് പറയുന്നത്. അത് സിമ്പിൾ അല്ല, ഇത് പ്ലാൻ ചെയ്താണ്. ഇത് നമ്മൾ പുട്ട് ഔട്ട് ചെയ്യുന്നതും
ലൈക്ക് ഈ സാധനം ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചുമ്മാ എഴുതി അങ്ങനെയല്ല. ദിസ് ഹാക്കേഴ്സ് വുഡ് ബി ബ്രേവ് ഇനഫ്, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു അറ്റാക്ക്. അപ്പം അവർക്ക് അതിനെ എങ്ങനെ ക്ലോഡിനെ ട്രിക്ക് ചെയ്യാൻ അത് അവർ തിങ്ക് ചെയ്ത ഒരു കഴിവാണ്. ലൈക്ക് ഹൗ ഡു യു ട്രിക്ക് എ ക്ലോഡ് ആൻഡ് ഹൗ ഡു യു മാനിപ്പുലേറ്റ് ടു എക്സിക്യൂട്ട് ഓൺ യുവർ ബിഹാഫ് എന്ന് പറയുന്നത് തന്നെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ ഇത് ട്രൂ ആണോ ഇതുവരെയൊക്കെ ചെയ്ത്? കാരണം ഇത് അതർ ഫാക്ട് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ദേ ഫൗണ്ട് ദിസ് അറ്റാക്ക് യൂസിങ് ക്ലോഡ്. അതും അവർ പറയുന്നുണ്ട്. ലൈക്ക് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അതും എന്താ തന്നെ ഇവരിങ്ങനെ എടുത്തു പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ദേ ഫൗണ്ട് ദിസ് അറ്റാക്ക് ഒഫെൻസീവായിട്ടും ഡിഫെൻസീവായിട്ടും ഇത് യൂസ്ഫുൾ ആണ് എന്ന് കാണിക്കാനായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം ചിലപ്പോൾ ഇത് സ്റ്റേജ് ചെയ്തായിരിക്കും. നമുക്കറിയത്തില്ല. കാരണം അവർ സെക്യൂരിറ്റിയിലും അടിപൊളിയാണെന്ന് കാണിക്കാൻ ചിലപ്പം മേ ബി ഇറ്റ് കുഡ് ബി. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് ഇപ്പം നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും ഓക്കെ മനസ്സിലായി നമ്മൾ ട്രിക്ക് ചെയ്തൊക്കെ ആയിരിക്കും, നമ്മളിതിനെ ട്രിക്ക് ചെയ്തു. ആസ് എൻ ഇന്റേൺ യു ഹാവ് ടു ഡു ഓൾ ഓഫ് ദിസ്. ബട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ഓൾസോ വാസ് തിങ്കിങ് ലൈക്ക് ഹൗ ഡിഡ് ദേ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് ടൂൾസ് വേണമല്ലോ. അത് അവരെങ്ങനെയായിരിക്കും ചെയ്തത്? ലൈക്ക് അത് അവരെങ്ങനെയാണ് കണക്ട് ചെയ്തതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് അപ്പോഴാണ് ഞാനത് പിന്നെയും വായിച്ചപ്പോൾ MCP. അപ്പോൾ നിങ്ങൾ MCP യൂസ് ചെയ്യണം, MCP പ്രോട്ടോകോൾസ് എവിടെയെങ്കിലും? MCP എന്ന് പറയുന്നത് ലൈക്ക് ഒരു AI ഏജൻസിന് നമ്മൾ ടൂൾസ് കണക്ട് ചെയ്ത് കൊടുക്കാൻ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ബൈ ഡീഫോൾട്ട് ക്ലോഡിന് ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ നോർമലി ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ പോകും, നമ്മൾ മാനുവലി നോക്കും. പക്ഷേ പ്രോഗ്രാമാറ്റിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി അതിൻ്റെ REST API എന്തെങ്കിലും ഒരു API ഉപയോഗിക്കും. സോ MCP നത്തിങ് ബട്ട് ഒരു പ്രോട്ടോകോൾ സ്പെസിഫിക്കേഷനാണ് ഓൺ ടോപ്പ് ഓഫ് HTTP. പക്ഷേ അത് ഇച്ചിരി REST API പോലെ തന്നെ, പക്ഷേ ഇച്ചിരി ട്യൂൺ ചെയ്തിട്ടുണ്ട് ഈ AI ടൂൾസുമായിട്ട് വർക്ക് ചെയ്യാൻ. സോ അപ്പം അതേ നമുക്ക് തിരിച്ചു വരിക. ഇപ്പം ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ChatGPT കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോഡിലോട്ട് കണക്ട് ചെയ്യണം. അപ്പം നമ്മളൊരു MCP സെർവർ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ MCP സെർവറാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെയും ക്ലോഡിൻ്റെയും ഇടയിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ഒരു MCP സെർവർ. അപ്പോൾ ക്ലോഡ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഈ ടൂൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. അതവർ എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുത്ത് കാണുമായിരിക്കും. ലൈക്ക് ഇന്ന സിറ്റുവേഷനിൽ യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ്. കാരണം അങ്ങനെ ആയിരിക്കില്ല, ഈ ടൂൾ അവൈലബിൾ ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ യു ക്യാൻ യൂസ് വൺ ഓഫ് ദീസ്. അതെ കറക്റ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആ അറ്റാക്ക് ചെയ്യാമെന്ന് വെച്ചോ. അറ്റാക്ക് ചെയ്യുമ്പം ക്ലോഡിന് ഒരു പെർട്ടിക്കുലർ ഫയല് ഡ്രൈവിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ആ പെർട്ടിക്കുലർ MCP സെർവർ ഉപയോഗിക്കും, ലൈക്ക് ഡ്രൈവിൽ നിന്ന് ആ ഫയൽ എടുക്കാൻ. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യണം. പാസ്വേഡ് ക്രാക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ഓപ്പൺ സോഴ്സ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പൺ സോഴ്സ് ടൂളിൻ്റെ ഒരു MCP സെർവർ മേ ബി ഉണ്ടാക്കി കാണും. അപ്പം ആ പാസ്വേഡ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ MCP സെർവർ ഉപയോഗിക്കും. അത് ഇവിടെ പറയുന്നുണ്ട്. അവർ മോസ്റ്റ്ലി യൂസ് ചെയ്തേക്കുന്നത് ഓപ്പൺ. ഇപ്പോൾ ടൂൾ ചെയിൻ വെച്ച് നോക്കുവാണെങ്കിൽ, ടൂൾസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ദേ യൂസ്ഡ് ഓൾ ദി ഓപ്പൺ സോഴ്സ് ടൂൾസ്. പക്ഷേ they also had to create MCP protocols for these tools. കാരണം MCP servers ഇതിലൊന്നും അവൈലബിൾ അല്ല റെഡിലി. ബിക്കോസ് നമ്മൾ ഈ ടൂൾസുമായിട്ട് ഇപ്പം ഒരു AIക്ക് ഈ ടൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്ന ഒരു സാധനം വേണം. അതിനകത്തൊരു മീഡിയമാണ് MCP. മനസ്സിലായോ? അല്ലാതെ MCP എന്ന് പറയുന്നത് ഒരു വലിയ സാധനമൊന്നുമല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പറഞ്ഞ ടൂൾസിനൊക്കെ ഒരു കമാൻഡ് ലൈൻ പ്രോഗ്രാം ഉണ്ടെങ്കിലും അതും മതി, അതും വർക്ക് ചെയ്യും. മനസ്സിലായോ? ഒൺലി തിങ് ഈസ് ഒരു ഇൻ്റർഫേസ് വേണം ഈ AIക്ക് ഇത് ഉപയോഗിക്കാൻ, അത്രേ ഉള്ളൂ. ഫണ്ടമെൻ്റലി എന്തോ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോഡ് ഇൻസ്റ്റൻസ് ഉണ്ട്, ക്ലോഡ് സെർവർ ഉണ്ട്, അത് ആന്ത്രോപ്പിക്കിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റത്തിലൂടെ ഒരു ആക്സസും ഇല്ല. ഓക്കെ, ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ടൊരു API കോൾ ചെയ്യാം, തിരിച്ചൊരു റെസ്പോൺസ് വരും, ഇത്രേ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളൊരു API കോൾ ആന്ത്രോപ്പിക്കിന് ഫസ്റ്റ് കൊടുത്തു. അപ്പോൾ ആ API കോളിനകത്ത് നമ്മൾ പറയുന്നു നമുക്ക് ഇന്നൊരു ഫയൽ റീഡ് ചെയ്യണം എൻ്റെ സിസ്റ്റത്തിനകത്ത്. അപ്പോൾ ആന്ത്രോപ്പിക്ക് തിരിച്ചൊരു റെസ്പോൺസ് തരും ക്ലോഡിന്. ഓക്കെ, ഇന്ന ടൂൾ യൂസ് ചെയ്ത് ഇന്ന ഫയൽ റീഡ് ചെയ്യും. അപ്പോൾ ക്ലോഡ് കോഡ് ആ പ്രോസസ്സ് ചെയ്യും. അതാണ് ബേസിക്കലി ഇൻട്രാക്ഷനത് സംഭവിക്കുന്നത്. നമ്മൾ കുറേ ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, കുറേ ടെക്സ്റ്റ് ഇങ്ങോട്ട് വരുന്നു. ക്ലോഡ് അതിനകത്ത് ഇൻ്റർഫേസ് ചെയ്ത് ലോക്കലി എന്തോ ടൂൾസ് ഉപയോഗിക്കണം വെച്ചാൽ ആ ടൂൾസ് ഉപയോഗിക്കുന്നു. ലൈക്ക് MCP സെർവറാണ് MCP സെർവേഴ്സ്, കമാൻഡ് ലൈനാണ് കമാൻഡ് ലൈൻ. ഓക്കെ, ബിക്കോസ് എനിക്ക് തോന്നുന്നു അതാണ് അത് മാത്രമേ
that is one of the things which these people did. Like അവര് MCP servers like ഇല്ലാത്ത provide ചെയ്തു, so that Claude can ആ entire processൽ Claude can automatically take what tool is necessary, എന്നിട്ട് അതിനനുസരിച്ച് അവർക്ക് അത് പെർഫോം ചെയ്യാം. ഓക്കെ മനസ്സിലായി. ഞാനപ്പോൾ ആദ്യമേ വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇത് വലിയ സംഭവമായിരിക്കും, ലൈക്ക് ഇവർ എക്സ്ട്രാ ഇതിനു വേണ്ടി എന്തെങ്കിലും ഫ്രെയിം വർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകും. കുറെ ഇൻഫർമേഷൻ ആയത് എനിക്കൊന്ന് ഒമിറ്റഡ് ആണ്, Omitted. ബിക്കോസ് ഇത് നോക്കിയിട്ട് വേറൊരു AI-ക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റതല്ലോ. കാരണം ഇവര് ഇത് ഫുൾ ഭയങ്കര ഡീറ്റെയിൽഡ് എഴുതി. ഓക്കെ, നൗ ഇതൊരു പ്ലേ ബുക്ക് ആയി. അല്ല, ടിപ്പിക്കലി സൈബർ അറ്റാക്ക് റിപ്പോർട്ട്സ് ഒക്കെ അതിന് ഡീറ്റെയിൽഡ് അല്ലേ? ഇൻ ഐസൊലേഷൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കും. ലൈക്ക് ഒരു ഫുൾ സിനാരിയോ പ്രൊവൈഡ് ചെയ്യില്ല. മിക്കവാറും പ്രൊവൈഡ് ചെയ്യത്തില്ല, അൺലെസ് അത് അത് ഫിക്സ്ഡ് ആയി. ഇനി അത് നോർമലി ഇപ്പം നമ്മളാണെങ്കിൽ ബഗ് ബൗണ്ടി പ്രോഗ്രാമിനാണെങ്കിലും നമ്മൾ ഡിഫറെന്റ് അല്ല, നമ്മളിപ്പം ഒരു എക്സ്പ്ലോയിറ്റേഷൻ കണ്ടുപിടിച്ചാൽ തന്നെ they will until and unless you fix it, you are not supposed to release എന്ന് അവരൊരു ക്രൈറ്റീരിയ പറയും. എന്നാലും നിനക്ക് പൈസ കിട്ടത്തുള്ളൂ. ആ ഫുൾ ക്യാഷ് ക്രെഡിറ്റ് ആവണമെങ്കിൽ വിൽ ഹാവ് ടു ഫോളോ ദ പ്രോട്ടോകോൾസ് വേ, ബിക്കോസ് അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നീ ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കയറി അത് പിന്നെ ഇത് ചെയ്യും. സോ അങ്ങനെ ഒരു ഇതുണ്ട്. ബട്ട് ഐ തിങ്ക് നോർമലി ഇപ്പം എക്സ്പ്ലോയിറ്റേഷൻ പേപ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ ദേ ജനറലി ഗോ ഇൻ ഡീറ്റെയിൽ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് അറ്റാക്ക് വാസ്, അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് ഫിക്സ്ഡ്. പക്ഷെ ചില കേസിൽ പിന്നെയും ഉണ്ട്, ലൈക്ക് ആ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ. ഇപ്പൊ ആ കേസ് ആണെങ്കിൽ ബേസിക്കലി ക്ലോഡ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണോ? മേ ബി ഇഫ് യു പ്ലാൻ വി ക്യാൻ എക്സിക്യൂട്ട് ദിസ് അറ്റാക്ക് എന്നായിരിക്കുമോ? അല്ല, മേ ബി ആയിരിക്കാം. എനിക്കറിയത്തില്ല. ഇവര് ഈ LLMs എന്ന കോൺസെപ്റ്റ് തന്നെ ലൈക്ക് ഫുള്ളി അണ്ടർസ്റ്റുഡ്, അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ലൈക്ക് ഫുള്ളി അണ്ടർസ്റ്റുഡാ എന്ന് എനിക്ക് സോ മേ ബി നോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നാളെ പോയിരുന്നു ചുറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ലൈക്ക് ദർ ആർ സ്റ്റിൽ സൈറ്റ്സ് വിച്ച് ആർ നോട്ട് സെക്യൂർഡ് ഇനഫ്. ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പം ഈ സെക്യൂരിറ്റി കൺസിഡറേഷൻ തന്നെ ആര് ഹാക്ക് ചെയ്യാനാണ്? അതുമല്ല, ഇനിഷ്യലി ചിലപ്പം നമുക്ക് ആ നോളജ് ഉണ്ടാവണമെന്നില്ല. ഒരു ഡെവലപ്പറിന് ഫുൾ സ്റ്റാക്കിന്റെ സാധനം അറിയണമെന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ലൈക്ക് ഇപ്പൊ ഏത് വെബ്സൈറ്റ് ഉണ്ടാക്കിയാലും ഐ ഡോണ്ട് തിങ്ക് സോ വി ആർ കൺസിഡറിങ് സെക്യൂരിറ്റി ഓൺ പ്രയോറിറ്റി ജസ്റ്റ് ബിക്കോസ് വി ഫീൽ ദാറ്റ് ഇറ്റ് no one will look into it or there is not much to give out എന്നുള്ളൊരു അസംഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. അങ്ങനത്തെ സൈറ്റുകളൊക്കെ ചിലപ്പോൾ ഇത് വെച്ച് ഇപ്പോഴും പറ്റുമായിരിക്കും, ഇസ് വാട്ട് ഐ എം സേയിങ്. എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന സൈറ്റ് ഉണ്ടെങ്കിൽ ഈ ക്ലോഡിന് ഈസിലി ചെയ്യാൻ പറ്റുമായിരിക്കും, ഈ പ്രൊവൈഡഡ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ. എന്ന് വെച്ചുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണമെന്നില്ല അങ്ങനെ. ബട്ട് ഈ ടൂളായിട്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ എനിക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വാവുന്നൊന്നും പറയാനായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ വലിയ എനിക്ക് അങ്ങനെ വലിയതായിട്ട് തോന്നിയില്ല. ബിക്കോസ് ഇറ്റ്സ് നോർമൽ ഒരു അറ്റാക്ക്, ഒരു ഏജന്റ് അതിന് അങ്ങനെ എനിക്ക് തോന്നുന്നു അതാണ് അവരുടെ എയിം എന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നീ അടുത്ത ദിവസം ചെയ്യരുത്. മേ ബി ഓക്കെ. ബിക്കോസ് AI എനിക്ക് ഇവിടെ ഒരു മേജർ ആസ്പെക്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ദ സ്കെയിൽ അറ്റ് വിച്ച് ദേ ക്യാൻ പെർഫോം ദിസ് അറ്റാക്ക്. എന്ന് വെച്ചാൽ പണ്ട് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ആ ഒരു ഇമ്പാക്ട് അത് കാരണം എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഇവർ ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിപ്പം ക്ലോഡിന്റെ ഒരു ഫീച്ചറാണോ മേ ബി അവരെഴുതിയ MCP സെർവറിന്റെ ഒരു ഫീച്ചറാണോ? ലൈക്ക് അതൊരു ടൂളിന്റെ റിസൾട്ട് ആയിരിക്കില്ലേ? അല്ല, ടൂൾ എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാൻ നിനക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു മീഡിയം മാത്രമാണ് ഈ ടൂൾസ് എന്ന് പറയുന്നത്, അല്ലെ MCP സെർവർ എന്ന് പറയുന്നത്. അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഇതെല്ലാം ആ പ്രോംപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ ക്ലോഡ് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. ക്ലോഡ് സെർവർ അത് ആന്ത്രോപിക് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ക്ലോഡ് നമുക്ക് ആ അബിലിറ്റി തരും, ലൈക്ക് 1000 RPS ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട്. ക്ലോഡ് അല്ല തരുന്നത്, ക്ലോഡ് മേ ബി ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതും. എടാ നമ്മളിപ്പോൾ ടോക്കൺസ് ജനറേറ്റ് ചെയ്ത് ടോക്കൺസ് ഇത്രയും റിക്വസ്റ്റ് അടിക്കുമ്പോൾ അവരൊരു ക്യാപ്പ് വെച്ചേക്കുന്നത് തന്നെ ഇതിനായിരിക്കും. പക്ഷേ ഇവര് ആ ക്യാപ്പിനെയും മേ ബി ലൈക്ക് സ്ട്രാറ്റജിക്കലി ദേ മൈറ്റ് ബി ഓവർകമ്മിങ്. ഇപ്പൊ തന്നെ നമ്മളൊരു സാധനം എഴുതാൻ നേരത്തെ എന്തോരം റിക്വസ്റ്റ് ആയിരിക്കും പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഒത്തിരി നടക്കുന്നുണ്ട്. നോട്ട് അറ്റ് ദിസ് ലെവൽ ഡെഫിനറ്റ്ലി, ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു ക്രാക്ക് എ പാസ്വേഡ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്രയും റിക്വസ്റ്റ് വന്നത് ബിക്കോസ് യു ഹാവ് ടു ജെയിൽ ബ്രേക്ക്, അല്ല മറ്റേ പാസ്വേഡ്സ് ക്രാക്ക് ചെയ്യണം. അത് കുറേ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ. അപ്പം എനിക്ക് എന്തായാലും റിക്വസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ബട്ട് ആ ഒരു സ്കെയിലിനെ കുറിച്ചാണ് ഇവർ എംഫസൈസ് ചെയ്യുന്നത്, സ്കെയിൽ അറ്റ് വിച്ച് ഇറ്റ് പെർഫോംഡ്. സ്കെയിൽ അറ്റ് വിച്ച് അത് പെർഫോം ചെയ്തതും എത്ര കുറച്ച് ആൾക്കാർ മതിയായിരുന്നു. ഇതിപ്പം ഓക്കെ ബൈ വിത്ത് ടൈം ഈ മോഡൽസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ നമ്പർ ഓഫ് ഡിസിഷൻസ് നമ്മൾ എന്നുവെച്ചാൽ ഒരു ഹ്യൂമൻ ബീങ് ചെയ്യേണ്ട
ഡിസിഷൻസ് അല്ലെങ്കിൽ എടുക്കേണ്ട ഡിസിഷൻസ് കുറഞ്ഞു വരും എന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ കുറഞ്ഞു വരുമ്പം ഈ സ്കെയിലും കൂടി വരും. നേരത്തെ ഒരു 10 പീപ്പിൾ വേണമെന്നായിരിക്കും ഒരു അറ്റാക്ക് നടത്താൻ, മേ ബി അത് കുറഞ്ഞ ഒരാളാവും. അപ്പോൾ എനിക്ക് പാരലലി 10 അറ്റാക്ക് നടത്തും. സോ സ്കെയിൽ കൂടുക, പിന്നെ അത് കുറയാം, പിന്നെ 5 ആൾക്കാർ വെച്ചിട്ട് എനിക്ക് എൻ്റെ ആ നമ്പർ ഓഫ് അറ്റാക്സ് കൂട്ടാം. സോ നമ്മൾ ഡിഫെൻസീവ് ആണ്, ഒഫൻസ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫെൻസും ഒപ്പം കൂടണം. പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. അപ്പം ഇതിനകത്ത് കുറച്ച് ഹാലൂസിനേഷൻ. ഇപ്പം നമ്മുടെ ഒരു നെക്സ്റ്റ് ചോദ്യമായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ഓഫ് LLM ഇസ് ഹാലൂസിനേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്തും ഇവർ ഇത് പെർഫോം ചെയ്തപ്പോഴും ഹാലൂസിനേഷൻ വന്നിട്ടുണ്ട്. ലൈക്ക് അതിനകത്ത് പറയുന്നുണ്ട്, ചില പാസ്വേഡ് അവർ പറഞ്ഞു, ക്ലോഡ് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ ചെന്ന് പോയി നോക്കുമ്പോൾ ഒന്നും ഇല്ലായിരിക്കും. ഒരു ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ഫോർ ദാറ്റ് പാസ്വേഡ്. അപ്പം ബട്ട് അങ്ങനെയുള്ള കേസസിൽ മാത്രമേ ഹ്യൂമൻ ഇൻ്റർഫിയർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം ഫേക്ക് ഇൻഫർമേഷൻ കുറേ കൊടുത്തിട്ടുണ്ട്. സോ ഹാലൂസിനേഷൻ സ്റ്റിൽ എക്സിസ്റ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് സ്മാർട്ട് ഇനഫ് ടു do it all on its own. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ഞാൻ വണ്ടി വെച്ച് അരുണുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്നലെ. LLM is mostly it's a mathematical function. Okay, it's probability at a huge range. എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രോബബിലിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം, പക്ഷെ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ആക്യുറസി ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് ട്രിക്സ് us psychologically thinking that it is smart. But it's basically determining the probability smartly. And there's a probability of this word occurring adinu nallite predict cheyam better than humans because of the vast data. Appo definitely hallucination enikku thonilla poguvunnu, because എവിടെയെങ്കിലും ഈ പ്രോബബിലിറ്റി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബോഗസ് ഇൻഫർമേഷൻ കയറാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഇപ്പോഴും വേണ്ട എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ LLM ഫണ്ടമെന്റൽ ഡിസൈൻ തന്നെ ഈ പ്രോബബിലിസ്റ്റിക്. അതുകൊണ്ടാണ് ഈ കോൺഫിഡൻ്റ്ലി റോങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ലൈക്ക് AI ഈസ് അല്ലെങ്കിൽ LLMs ആർ കോൺഫിഡൻ്റ്ലി റോങ് എന്ന് പറഞ്ഞ ആ ഒരു ടേം വരുന്നത്. ബിക്കോസ് ഇത് സിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ChatGPT നോക്കിയാൽ അറിയാം, ChatGPT ഒരിക്കലും ഒരു റെസ്പോൺസ് പെട്ടെന്നല്ല നമുക്ക് തരുന്നത്. അതെപ്പോഴും ഓരോ ടോക്കൺ ബൈ ടോക്കണാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് എപ്പോഴും സ്ട്രീം ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ലൈക്ക് റിയൽ ടൈം ആണ്. പക്ഷേ ഇത് ടോക്കൺ ബൈ ടോക്കൺ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത്, ലൈക്ക് നെക്സ്റ്റ് ടോക്കൺ അങ്ങനെ. എനിക്ക് തോന്നുന്നു ഹാർഡർ ദ പ്രോബ്ലം മോർ വിൽ ബി ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ ഇച്ചിരൂടെ ഹാർഡർ ആയിരിക്കും. നമുക്ക് അതുകൊണ്ട് ചില ഇൻഫർമേഷൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് സ്റ്റിൽ ഇത് തെറ്റാണ്. അത് ചില ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. വേറൊരു സാധനം ഞാൻ കണ്ടില്ല, മറ്റേ ഡിലോയിറ്റിന് വേണ്ടി ആരായിരുന്നു ഡിലോയിറ്റ് ഒരു റിപ്പോർട്ട് ഒരു കമ്പനിക്ക് കൊടുത്തു, AI ജനറേറ്റഡ്. അതിനകത്ത് ഫുൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് is fully AI generated and they found it and they filed a case against. എന്ന് വെച്ചാൽ അവരോർത്ത് AI വെച്ചെല്ലാം നമുക്ക് ചെയ്യാം, ആരും ഈ റിപ്പോർട്ടൊന്നും വായിച്ചു നോക്കത്തില്ല. ബട്ട് പല ആർട്ടിക്കിൾസിനും പല കേസസിലും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബോഗസ് ആ ഇൻഫർമേഷൻ ബിക്കോസ് ഓഫ് ദിസ്. അപ്പോൾ അതിൻ്റെ റീസൺ പ്രോബബിലിറ്റി ഡിറ്റർമിനേഷൻ ചിലപ്പോൾ തെറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ദിസ് ക്യാൻ ഹാപ്പൻ. ആൻഡ് സോ വി ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് വി ആർ റീപ്ലേസബിൾ. ഇപ്പൊ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി, നമ്മുടെ ബെൻ ആഫ്ലെക് ആണോ മറ്റേ ബാറ്റ്മാൻ, പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ജോ റോഗൻ ആണോ ആരാന്ന്. പക്ഷെ അതിനകത്ത് പുള്ളി ഹോളിവുഡിനകത്ത് ലൈക്ക് AIയുടെ ലൈക്ക് പ്രസൻസും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം ബെൻ ആഫ്ലെക് പറയുന്നത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി പറയുന്നത് ലൈക്ക് ഇതൊരു പ്രോബബിലിസ്റ്റിക് ഫംഗ്ഷനാണ്, അതെപ്പോഴും ആവറേജിനെയാണ് പുഷ് ചെയ്യുന്നത്. വെച്ചാൽ പുള്ളി പറയുന്നത് ഇത് ഉള്ള ഡീറ്റയുടെ ഒരു ആവറേജ് വരുന്നത്. അതുകൊണ്ട് പുള്ളി പറയുന്നത് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ലൈക്ക് ഭയങ്കര സൂപ്പർ ഒരു സിനിമ ഒരിക്കലും LLM സ്ക്രിപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെയാണ് പുള്ളിയുടെ ഒബ്സർവേഷൻ. അതും ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ഡേറ്റ ആയിരിക്കും. ഈ ഹൈ ക്വാളിറ്റി സിനിമാസ് വെരി ഫ്യൂ ആണ്, ബട്ട് ഇൻ ദ മിഡിൽ ദെൽ ബി എ ലോട്ട് ഓഫ് അത് വെച്ചായിരിക്കും ഡേറ്റ ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. എനിക്ക് അതാ ഈ ഇപ്പം നമ്മുടെ ഓഡിയൻസിനകത്താണെങ്കിൽ ഇപ്പൊ സൈബർ സെക്യൂരിറ്റി എടുക്കുന്ന കോഴ്സസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഫ് യു തിങ്ക് ദാറ്റ് യു വുഡ് ബി റീപ്ലേസ്ഡ്, ഐ ഡോണ്ട് തിങ്ക് സോ എനിവെയർ. ലൈക്ക് എനിവെയർ ഡൗൺ ഇപ്പം എന്തായാലും റീപ്ലേസ് ആകത്തില്ല. അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ AIക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ബട്ട് ഐ വുഡ് സേ ദർ ഇസ് എ
ദർ ഇസ് ഒരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ആസ് ഇൻ ലൈക്ക് പണ്ട് നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യണമായിരുന്നു, കുത്തിയിരുന്ന് ലൈക്ക് നമ്മൾ കണ്ടുപിടിക്കുക നെറ്റ്വർക്ക് സ്കാനറോ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്യണം. ബട്ട് നൗ യു ഹാവ് ഏജൻസ് ടു ഡു ദാറ്റ്, ബട്ട് യു നീഡ് ടു ആർക്കിടെക്ട് ഇറ്റ് ഇൻ എ ബെറ്റർ വേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് AI doesn't have that brain of ബ്രിങ്ങിങ് എ ന്യൂ ആർക്കിടെക്ചർ ഓൾ ടുഗെദർ. ഉള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അതൊരു ആർക്കിടെക്ചർ അങ്ങ് ഉണ്ടാക്കി തരും. ഇപ്പോഴും ഹ്യൂമൻസ് നോളജ് വൈസ് ഹ്യൂമൻസ് ആർ ദ ബെസ്റ്റ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്പീഡും സ്കെയിലും എക്സിക്യൂഷൻ ആ ഒരു ആസ്പെക്റ്റിൽ ഏജൻറ്റ് ക്യാൻ ബി ബെറ്റർ ഫോർ എ ബെറ്റർ ഹ്യൂമൻ. ആസ് എൻ ലൈക്ക് നിനക്ക് നല്ല നോളജ് ഉണ്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ആ ഏജന്റ് അടിപൊളിയായിട്ട് നിനക്ക് വേണ്ടി വർക്ക് ചെയ്യും. because we know that We know that because you are the master planner. ആ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും AI വന്നിട്ടില്ല, അതിന് തിങ്ക് ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ ഒരു മറ്റേ നെറ്റ്ഫ്ലിക്സിനകത്ത് മറ്റേ സീരീസ് ഉണ്ടല്ലോ, എന്തായിരുന്നു, മണി ഹൈസ്റ്റ്. അങ്ങനത്തെ മാസ്റ്റർ പ്ലാൻ എനിക്ക് തോന്നുന്നില്ല ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഇതുവരെയും ക്ലോഡിനാണെങ്കിലും ഏത് മോഡൽസിനാണെങ്കിലും വന്നിട്ടില്ല. ബിക്കോസ് ആ സാധനം തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്, ആ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല മാസ്റ്റർ ഇഫ് യു ഹാവ് എ വെരി ക്രിയേറ്റീവ് മൈൻഡ്, ഒരു അതിനെ എക്സിക്യൂഷൻ ചെയ്യാൻ ഫാസ്റ്ററായിട്ട് ഈ ഏജന്റിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പക്ഷെ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മുടെ ട്യൂൺ അല്ല ഞാൻ അല്ല ഗുഡ്, അത് ശരിയാണ്, ഗുഡാണ്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഇച്ചിരി ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ AI അത്ര പെട്ടെന്ന്. കാരണം ഇപ്പൊ നമ്മളെ കാണുന്ന കോഡേഴ്സ് ആണെങ്കിലും ഇപ്പൊ എല്ലാ റിസർച്ചേഴ്സ് ആണെങ്കിലും അവർക്കൊരു സംശയമുണ്ട്, ലൈക്ക് ഓക്കെ ഇഫ് ദിസ് ക്യാൻ ബി ഡൺ ബൈ ദിസ് സൈബർ സെക്യൂരിറ്റി വിച്ച് ഇസ് ലിറ്റിൽ മോർ ഹാർഡർ ക്യാൻ ബി ഡൺ ബൈ എ ഏജന്റ് or an Claude, what's the point of me studying? Yeah, what's the point of me studying that course or me going into that field? അങ്ങനെ ഒരു question. പക്ഷേ I would say like അത് it's ഇപ്പോഴും ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണെന്നാണ് yes correct നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ബിക്കോസ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ലൈക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സീറോ നമുക്ക് സീറോ മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ കിട്ടും. കറക്റ്റ്. അപ്പം ഈ ഒരു ഫുൾ മെയ്ഡപ്പ് അറ്റാക്കിന്ന് നമുക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോഴും നമുക്ക് അതാ മനസ്സിലാവുന്നത്. ലൈക്ക് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു മേജർ ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI അല്ലെങ്കിൽ ഈ LLM മോഡൽസ് ക്യാൻ ബി എ റിയലി ഗുഡ് എക്സിക്യൂട്ടർ അറ്റ് എനി പോയിന്റ് പ്രൊവൈഡഡ് ഇഫ് യു ഹാവ് ദി ഇൻഫർമേഷൻ. എനി അതർ പോയിന്റ്സ് ദാറ്റ് യു വോണ്ട് ടു ആഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഞങ്ങൾ ഈ റിപ്പോർട്ട് അത്രയും ഡീറ്റെയിലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബിക്കോസ് ദർ ഇസ് നത്തിങ് ഇൻ ദ റിപ്പോർട്ട്, ബട്ട് വി ഫൗണ്ട് ഇറ്റ് ഫാൻസിയർ ബിക്കോസ് ദിസ് വാസ് ഒരു 80 to 90% ഇത് തന്നെ ചെയ്ത AI തന്നെയാണ് ഈ അറ്റാക്ക് പ്ലാൻ ചെയ്തത്, AI തന്നെയാണ് അറ്റാക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്തത്. സോ വി ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ടു ടെൽ ടു അവർ ഓഡിയൻസ്. സോ ഇഫ് യു ഹാവ് എനി അതർ ഫർദർ കമൻറ്റ്സ് പ്ലീസ് ഡു ലെറ്റ് us know. Thank you and let's see back in the next episode.